ഓക്കെ സർ. ഞാൻ ഡോക്ടർ സതീഷ് ചന്ദ്രൻ, കണ്ണൂർ മെഡിക്കൽ കോളേജ് അഞ്ചരക്കണ്ടിയിൽ പ്രൊഫസറായി ജോലി ചെയ്യുന്നു. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം കാൽമുട്ട് തേയ്മാനത്തിന് മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ കൂടാതെ മുട്ടിൽ ഒരു പുതിയ ഇഞ്ചക്ഷൻ ചെയ്ത് രോഗം കൺട്രോൾ ചെയ്യുന്ന ഒരു കാര്യത്തെ പറ്റിയാണ്. ഇതിൻ്റെ പേര് PRP ഇഞ്ചക്ഷൻ എന്നാണ്. ഇപ്പോൾ സാധാരണ ആയിട്ട് ചെയ്തു വരുന്നത് കാൽമുട്ട് തേയ്മാനം വന്നാൽ ആദ്യ ദശകളിൽ മരുന്ന്, ഫിസിയോതെറാപ്പി, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, കോർട്ടിസെപ്സ് എക്സസൈസ് എന്നിവയൊക്കെയാണ്. അത് കഴിഞ്ഞ് മൂർധന്യാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാൽമുട്ട് മാറ്റിവെക്കുക എന്ന ചികിത്സ മാത്രമേ ശാശ്വതമായ പരിഹാരത്തിന് ഉള്ളൂ. അപ്പോൾ മിക്കവർക്കും പൈസയ്ക്കുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും മറ്റ് ശാരീരിക അവസ്ഥയിൽ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടും കാൽമുട്ട് മാറ്റിവെക്കാൻ പറ്റാതെ വിഷമിക്കുന്ന വളരെയധികം രോഗികളുണ്ട്. ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടുപിടിച്ച് ഈ പർട്ടിക്കുലർ ചികിത്സ ചെയ്യുകയാണെങ്കിൽ മുട്ടിൻ്റെ തേയ്മാനം കുറയ്ക്കുന്നതിന്, ചിലപ്പോൾ പൂർണ്ണമായി സുഖപ്പെടുന്നതിന് ഉള്ള ഒരു അവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ഇതിന് വേണ്ടത് ശരീരത്തിലെ തന്നെ, ആ രോഗിയുടെ തന്നെ കുറച്ച് ബ്ലഡ്, 30-50 cc ബ്ലഡ് എടുത്ത് അതിൽ നിന്ന് ശുദ്ധീകരിച്ച് ലാബ് ഒരു പ്രത്യേക മെഷീൻ വഴി ശുദ്ധീകരിച്ച് അതിലെ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറയും, അത് എടുത്ത് രോഗിയുടെ മുട്ടിലേക്ക് ഇഞ്ചക്ട് ചെയ്യുക. അപ്പോൾ വേറെ പാർശ്വഫലങ്ങളോ റിയാക്ഷനോ ഒന്നും ഈ ചികിത്സയ്ക്ക് ഇല്ല. ചിലവും പരിമിതമാണ്. കാരണം വേറെ ആ മെഷീൻ, ലാബ് സൗകര്യം, ഡോക്ടർ എന്നീ സൗകര്യങ്ങളെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് രോഗിയുടെ തന്നെ ബ്ലഡാണ് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു ഇഞ്ചക്ഷൻ ചെയ്ത് 1 മാസം കഴിഞ്ഞ് വീണ്ടും ഇഞ്ചക്ഷൻ ചെയ്ത് അങ്ങനെ അതിൻ്റെ ഫലം നോക്കി ഇംപ്രൂവ്മെൻറ്റ് അനുസരിച്ച് ചികിത്സിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.